അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ അനായാസമായിട്ട് മൊബൈൽ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നും എങ്ങനെ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യാൻ സാധിക്കുമെന്നുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് സെറോദയുടെ ഓപ്പൺ ആകുന്നതാണ്. അതിനുശേഷം ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, ഇമെയിൽ ID അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്ത് വീണ്ടും ഒരു ഇമെയിൽ ID ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ പിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇക്വിറ്റി മാത്രം സെലക്ട് ചെയ്യുന്നതിന് 200, കമ്മോഡിറ്റിക്ക് 100 രൂപയും കൂടെ കൂടി ടോട്ടൽ 300 രൂപയാണ് ഇവിടെ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഫീസ്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി മാത്രം മതിയെങ്കിൽ കമ്മോഡിറ്റി സെലക്ട് ചെയ്യാതിരിക്കുക. അപ്പം വെറും 200 രൂപയാവുള്ളൂ. ഞാനിവിടെ രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 300 രൂപയാണ് പേ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഫീസ്. അപ്പം ഇവിടെ കാർഡ് വഴി എങ്ങനെ പേ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം പേ ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാർഡ് കാണാൻ സാധിക്കും. കാർഡ് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ കാർഡ് നമ്പർ, ATM കാർഡിൻ്റെ നമ്പർ, കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, നെയിം, കാർഡ് ഹോൾഡർ നെയിം, അതുപോലെ തന്നെ CVV എൻ്റർ ചെയ്തതിന് ശേഷം പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ കാണിക്കും. അപ്പോൾ മൊബൈലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് നമ്പർ 2. അപ്പം കണ്ടിന്യൂ ടു ഡിജിലോക്കർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്പർ 2 സക്സസ് ആയി. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3ക്ക് വേണ്ടി ആദ്യമേ മരിറ്റൽ സ്റ്റാറ്റസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മദേഴ്സ് ഫസ്റ്റ് നെയിം, മദേഴ്സ് ലാസ്റ്റ് നെയിം, ആനുവൽ ഇൻകം, കമ്മ്യൂണിറ്റി, ട്രേഡ് ക്ലാസിഫിക്കേഷൻ, ട്രേഡ് എക്സ്പീരിയൻസ്, ഇതൊക്കെ ഒന്ന് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 4ാമത്തെ സ്റ്റെപ്പ് ഓപ്പണായി. ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിക്കുക, നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടാണോ ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡും അതുപോലെ തന്നെ ബ്രാഞ്ച് MICR കോഡും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ടിക്ക് മാർക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 5ാമത്തെ സ്റ്റെപ്പിൽ വെബ് ക്യാം വെരിഫിക്കേഷനാണ്. അപ്പം ഒരു വെള്ള പേപ്പറിൽ ഇതേപോലെ നിങ്ങളുടെ മൊബൈലിൽ തെളിഞ്ഞു വരുന്ന നമ്പർ വെള്ള പേപ്പറിൽ കുറച്ച് ഡാർക്കായിട്ട് എഴുതിയതിന് ശേഷം ഇതേ രീതിയിൽ പേപ്പർ പിടിച്ച് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ക്യാൻസൽഡ് ചെക്കിൻ്റെ കോപ്പി ഇവിടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മിനി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം അപ്പോൾ ഇവിടെ ഇൻകം പ്രൂഫ് ഓപ്ഷനിലാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ഇവിടെ കോപ്പി ഓഫ് പാൻ എന്നിടത്തും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡ് ആയതിനു ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. അപ്പോൾ സൈൻ ഇക്വിറ്റിയുടെ അടുത്ത് സൈൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് ഒരു ലോഗിൻ ചെയ്യാൻ പറയും. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പം
ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു ഇ സൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ NSDLൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പം ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP വീണ്ടും ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം വെരിഫൈഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും സൈൻ ഇൻ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ വീണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം സെൻഡ് OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീണ്ടും ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. ആ OTP ഇവിടെ വീണ്ടും അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സൈൻഡ് സക്സസ്ഫുൾ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇക്വിറ്റിയുടെ അടുത്തൊരു പച്ച ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സക്സസ്ഫുള്ളായിട്ട് ഇ സൈൻ ചെയ്തു. അപ്പോൾ ഇനി കമ്മ്യൂണിറ്റിയുടെയും ഇതുപോലെ തന്നെ ഇ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കമ്മ്യൂണിറ്റിയിൽ ഒരു പച്ച ടിക്ക് മാർക്ക് വരുന്നതാണ്. അതിനുശേഷം ഫിനിഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ കൺഗ്രാജുലേഷൻ, നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ യൂസർ ID ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വരുന്നതാണ്. അപ്പം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഇമെയിൽ IDയിലേക്ക് ഇങ്ങനെ ഒരു യൂസർ ID നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം താഴെ ലോഗിൻ നൗ എന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ പാസ്വേഡ് ഇവിടെ മുകളിലും താഴെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ന്യൂ പിൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു 6 അക്ക പിന്ന്. അപ്പോൾ പാസ്വേഡും പിന്നും ഓർത്തിരിക്കുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലോഗിൻ പിന്നും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് സെറോദയുടെ കൈറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലോഗിൻ ടു കൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വന്ന യൂസർ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പിന്ന് ചോദിക്കും. നിങ്ങൾ രണ്ടാമത് ഒരു 6 അക്ക പിൻ ക്രിയേറ്റ് ചെയ്ത ആ പിൻ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമുക്കിവിടെ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് സക്സസ്ഫുള്ളായിട്ട് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രീതിയിൽ അനായാസമായിട്ട് സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നും വളരെ ഉപകാരപ്രദമായെന്നും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലൊരു പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.